കഴിഞ്ഞ ദിവസം എസ്.ഡി.പി.ഐയുടെ ദേശീയ പ്രതിനിധി സഭ മംഗളൂരിൽ സമാപിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭരണകൂടത്താൽ ഏറ്റവും കൂടുതൽ സംഘപരിവാർ ഭരണത്തിലേറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഭരണകൂട വേട്ടയ്ക്കിരയായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക്, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് എസ്.ഡി.പി.ഐ അവരുടെ പുതിയ ദേശീയ പ്രസിഡന്റായി, നിലവിൽ ഭരണകൂട വേട്ടയ്ക്കിരയായി തിഹാർ ജയിലിൽ കഴിയുന്ന നിലവിലുള്ള അവരുടെ ദേശീയ പ്രസിഡന്റ് കൂടിയായ എം.കെ. ഫൈസിയെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു ഔദ്യോഗികമായിട്ട് തന്നെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ സമീപനത്തിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ള ഒരു പ്രസ്താവന കൂടിയാണ് എസ്.ഡി.പി.ഐ നൽകുന്നുള്ളത്. മറ്റൊന്ന്, അവരുടെ ഒരു യുവതയുടെ പ്രസ്ഥാനത്തിന് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. അഥവാ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് സജീവമായ ഒരു സമരമുഖത്തേക്ക്, അല്ലെങ്കിൽ രാജ്യത്തെ ഒരു പ്രധാന ശബ്ദമായി തങ്ങൾ മാറുന്നു എന്നുള്ള രീതിയിൽ അവരൊരു യുവത്വത്തിൻ്റെ പ്രസ്ഥാനത്തിന് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. യങ് ഡെമോക്രാറ്റ്സ് എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. രാജ്യവ്യാപകമായി ആധുനിക ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ഫാസിസ്റ്റുകളുടെ ഒരു കാലഘട്ടത്തിൽ എസ്.ഡി.പി.ഐ അവരുടെ സുശക്തമായ സംവിധാനങ്ങൾ ഒന്നും കൂടി അരക്കിട്ടുറപ്പിക്കുന്നു, അവരുടെ പ്രവർത്തന മേഖല സജീവമാക്കുന്നു എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് അവരുടെ യുവത്വത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടന്നത്. ഇത് വ്യക്തമാക്കി തരുന്നത്, രാജ്യത്ത് നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങളിൽ, രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ തങ്ങൾ ഒരിക്കൽ കൂടി തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഈ പ്രവർത്തന മേഖലയിൽ നിന്നും ഒരിക്കൽ പോലും ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ള ഒരു നിലപാട് അവിടെ എസ്.ഡി.പി.ഐ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യങ് ഡെമോക്രാറ്റിക് എന്നുള്ള രീതിയിൽ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം തുടരാൻ തന്നെയാണ് പാർട്ടി എന്നുള്ള നിലയിൽ എസ്.ഡി.പി.ഐ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൻ്റെയും NIA-യുടെയും രാജ്യത്തെ ഏജൻസികളുടെയും, മറുഭാഗത്ത് ഫാസിസ്റ്റുകളായ സംഘപരിവാറിൻ്റെയും അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെയും അതല്ലെങ്കിൽ മതേതര പാർട്ടികളുടെയും നിരന്തരമായ ആക്രമണങ്ങൾക്കിരയാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക്, ഭരണകൂട ഭീകരതയുടെ നടപടികൾക്ക് വിധേയമാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് യങ് ഡെമോക്രാറ്റ്സ് എന്നുള്ള ഒരു യുവാക്കളുടെ പ്രസ്ഥാനത്തിന് കൂടി ഉടലെടുത്തതോടു കൂടിയിട്ട് അവരുടെ സമീപനങ്ങളിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ള പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ നൽകിയിരിക്കുന്നത്. കാരണം രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് യുവത ഇനി എങ്ങോട്ട് സഞ്ചരിക്കും എന്നുള്ള ചോദ്യം. ആധുനിക ഇന്ത്യയിൽ യുവാക്കളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണുള്ളത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായി നിരവധി പ്രശ്നങ്ങളാണുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ എതിർ ശബ്ദങ്ങളായി ഉടലെടുത്തിട്ടുള്ള പല വിഭാഗങ്ങളെയും ഭരണകൂടം കേസുകൾ കൊണ്ടും അല്ലെങ്കിൽ നടപടികൾ കൊണ്ടും നേരിട്ടിട്ടുണ്ട്. അതിനിടയിലാണ് എസ്.ഡി.പി.ഐ വീണ്ടും സുശക്തമായി ഇതിനെതിരെ രംഗത്ത് വരാൻ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് കൂടി രൂപീകരണം നൽകുന്നത്. നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ വിപ്ലവാത്മകമായ ഒരു തീരുമാനമാണ് എസ്.ഡി.പി.ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതുകൂടാതെ തന്നെ വരും വർഷങ്ങളിൽ അതിശക്തമായ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനമെന്നാണ് ദേശീയ നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നത്. രാജ്യവ്യാപകമായി ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികളെ ഏകോപിച്ച് നിൽക്കുകയും ഫാസിസത്തിനെതിരായ അതിശക്തമായ പോരാട്ടങ്ങൾ തുടരുമെന്നുള്ള ഒരിക്കൽ കൂടിയുള്ള പ്രഖ്യാപനം കൂടിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഭരണകൂടം അതിശക്തമായി വേട്ടകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നടപടികൾ എടുക്കുമ്പോൾ പോലും അവരുടെ പ്രവർത്തന മേഖലയിൽ സുശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് ഈ ദേശീയ പ്രതിനിധി സഭയും അതുപോലെ തന്നെ ഈ പുതിയ യുവാക്കളുടെ പ്രസ്ഥാനത്തിനുള്ള ഒരു ചുവടുവെപ്പും കൂടി നടത്തിയതോടു കൂടിയിട്ട് പാർട്ടി ഔദ്യോഗികമായി, അല്ലെങ്കിൽ എസ്.ഡി.പി.ഐ ഔദ്യോഗികമായി ഇപ്പോൾ ഒരു നിലപാടുമായിട്ട് വന്നിട്ടുള്ളത്.